ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. അതിൻ്റെ പേര് അന്നും ഇന്നും എന്നും. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചേമ്പിൻ്റെ ഇലയുടെ വിഭവമാണ്. ആ ചേമ്പിലേക്ക് ചില നാട്ടിലൊക്കെ ഷുഗർ ചേമ്പെന്ന് പറയും, ഞങ്ങളുടെ നാട്ടിലും ചിലവരൊക്കെ പറയാറുണ്ട്. അതിൻ്റെ കാരണം എനിക്കറിയില്ല, ചേന്തിനാ അതിനെ അങ്ങനെ വിളിക്കുന്നത്. ചിലപ്പോൾ ഇത് കഴിച്ചാൽ ഷുഗർ കുറയുമോ അതോ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ ഒന്നും എനിക്കറിയില്ല. അതിൻ്റെ ഇലയാണ് ഞാൻ ഈ കാണിക്കുന്നത്. അതിൻ്റെ തളിരിലകളാണ്. അതിൻ്റെ തണ്ടും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അത് കഴിഞ്ഞ് പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ തണ്ടാണ് ആദ്യം ഞാൻ അരിഞ്ഞെടുക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞാൽ മതി, കട്ടി കുറവാണ്, അതുകൊണ്ട് എളുപ്പം വെന്ത് കിട്ടുകയും ചെയ്യും. ആദ്യമേ അതിൻ്റെ തണ്ടൊന്ന് അരിഞ്ഞെടുക്കാം, അതിനുശേഷം ഇലകൾ അരിയാം. ഇങ്ങനെ പതുക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. നിങ്ങൾ കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ചായിരിക്കും അരിയുക. എനിക്ക് സൗകര്യം എൻ്റെ വിരലിൽ വെച്ച് ഇങ്ങനെ എളുപ്പം അരിയാനാട്ടോ. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും കട്ടിംഗ് ബോർഡൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ശീലിച്ചു വരുന്നതേ ഉള്ളതൊക്കെ. ഇലയെല്ലാം കൂടെ ഒന്നിച്ച് തോത് പിടിച്ചങ്ങ് അരിയാണ്. നല്ല രസമാണ് ചേമ്പിൻ്റെ ഇല അരിഞ്ഞെടുക്കാൻ. പാചകം ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഇഷ്ടം തോന്നും ഇതൊക്കെ ഇങ്ങനെ അരിയാനും എടുക്കാനും ഒക്കെ. മടിയുള്ളവർക്ക് ഒന്നിനോടും ഒരു ഇഷ്ടം തോന്നത്തില്ല. അങ്ങനെ നമ്മൾ ചേമ്പില ഇല അരിഞ്ഞു വെച്ചു. അതിന് ശേഷം ഇനി ഇതിനെ അരപ്പ് ചേർത്ത് നമ്മൾ കടുക് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അരപ്പിന് വേണ്ടുന്ന സാധനങ്ങളാണ് തേങ്ങ, ഒരു നുള്ളി ജീരകം, 4 വെളുത്തുള്ളി, 2 പച്ചമുളക്. സാധാരണ കാന്താരിയാണ് ചേർക്കുന്നത്. എനിക്ക് കാന്താരി കിട്ടാത്തത് കൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്തതേ ഉള്ളൂ. പച്ചമുളക് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് അരച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ തോരൻ കടുക് വറുക്കാൻ ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു, അത് ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നു. ഇനി നമുക്ക് മുളകും കറിവേപ്പിലയും ഇട്ടു. അങ്ങനെ നമ്മുടെ കടുകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. പതുക്കെ നമ്മുടെ ചേമ്പല ഇടാൻ പോവുകയാണ്. ചേമ്പല ഇട്ടിട്ടുണ്ട്. ചേമ്പല ഇട്ടു. ഇനി അതിനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇച്ചിരി ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് അടച്ചു വെക്കാം. നമ്മൾ അരപ്പിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ചേർത്താണ്, എന്നാലും അല്പം മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി അതിനെ അടച്ചു വെച്ച് വേവിക്കാം. തുറന്നു കൊടുക്കാം. തുറന്നു കൊടുത്ത് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിട്ട് ഒന്നുകൂടി അടച്ചു വെക്കാം. അരപ്പിടുകയാണ്. ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ ഒരുമാതിരി ഒന്ന് ചതന്ന് എടുത്താൽ മതി. ചതച്ചെടുത്തു. ഇനി ഒന്ന് അടച്ചു വെക്കാം. തോരനൊന്ന് തുറന്ന് നോക്കാം. തോരനായിട്ടുണ്ട്. അത് നല്ല തോന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഗ്യാസ് ഓഫ് ചെയ്യുകയാണേ. എൻ്റെ തോരൻ വിഭവം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതേ രീതിയിലാണ് നിങ്ങൾ തോരൻ വെക്കുന്നതെങ്കിലും അല്ല എങ്കിലും എന്നെ അറിയിക്കുക. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. എല്ലാവർക്കും നന്ദി, നമസ്കാരം.